കളിയും കുളിയും കഴിഞ്ഞ് നോമ്പിന്റെ തളർച്ചയോടെ അസുഖ നിസ്കാരം കഴിഞ്ഞ് മടങ്ങുമ്പോൾ കൂട്ടുകാരൻ ആഷിയോടായി പറഞ്ഞു, ആഷി എനിക്ക് നിനക്ക് ഡ്രസ്സ് എടുത്തോ? ഇല്ല, 2 ദിവസം കഴിഞ്ഞ് എടുക്കാന്നാ അമ്മ പറഞ്ഞേ. ആടാ, ഇപ്പോൾ പ്രിൻ്റാണ് കേട്ടോ മോഡല്, അതെടുത്തോണ്ടിട്ടോ. വീട്ടിലെത്തിയ ആഷി ഉമ്മയോടായി പറഞ്ഞു, ഉമ്മ പെരുന്നാളിന് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഉമ്മ, എന്നാൽ നമുക്ക് പെരുന്നാൾ ഡ്രസ്സ് എടുക്കുക. പോവാടാ, ഉമ്മച്ചി പൈസ കിട്ടണ്ടേ, എന്നിട്ട് പോവാട്ടോ. ഭർത്താവ് മരിച്ചതിൽ പിന്നെ ആദ്യത്തെ പെരുന്നാളാണ് വരുന്നത്. ഉപ്പയില്ലാത്തതിൻ്റെ കുറവ് മക്കൾ അറിയുമോ എന്ന പേടിയിൽ ഉമ്മയുടെ തകർന്ന മനസ്സിൽ ഒരു കൈയിൽ പുതുവസ്ത്രവും മറ്റേ കൈയിൽ പെരുന്നാൾ സാധനങ്ങളുമായി തൻ്റെ ഭർത്താവും മോനും വരുമ്പോൾ മുന്നേ ഓടി വന്ന് വിശേഷങ്ങൾ പറഞ്ഞ് തനിക്കായി എടുത്ത വസ്ത്രം കാണിച്ചു തന്ന് ഇഷ്ടായ ഉമ്മച്ചിയെ എന്ന് ചോദിക്കുന്ന മോൻ്റെയും തന്നെ സഹായിക്കാനായി അടുക്കളയിൽ കയറി വന്ന് എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡും ഉണ്ടാക്കുന്ന ആ സുദിനം വന്നപ്പോൾ ഒരു കോരിച്ചൊരിയുന്ന മഴയുള്ള രാത്രി ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു ആക്സിഡൻറ്റിൽ എന്നെയും മക്കളെയും തനിച്ചാക്കി പള്ളിക്കാട്ടിലേക്ക് യാത്ര പോയ ഭർത്താവിൻ്റെ മുഖമാണ് അന്ന് ഓർമ്മയിൽ വന്നത്. ആ കുറവ് നികത്താനാവാത്തതിനുള്ള സങ്കടം കൊണ്ടാണ് കണ്ണടം നിറഞ്ഞതും. ഉമ്മച്ചിയെ, നിങ്ങൾ എന്തിനാ കരയുന്നത്? കണ്ണു തുടിച്ചുകൊണ്ട് ഒന്നുമില്ല മോനെ എന്ന് പറഞ്ഞു. ഞാൻ ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞതിലാണോ അമ്മ കരയണത്? സാരില്ല ഉമ്മച്ചിയെ, ഉമ്മച്ചിക്ക് പൈസ ഇല്ലെങ്കിൽ എനിക്കൊന്നും വേണ്ടമ്മ, മോളൂസിനെടുത്താൽ മതി. ഞാൻ ആ കോളർ കയറിയ അന്ന് ഇപ്പോൾ വാങ്ങിത്തന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഷർട്ട് ഉണ്ടല്ലോ, അതങ്ങ് ഇട്ടോളാം ഉമ്മച്ചിയെ, അതിട്ട് ഞാൻ പള്ളിയിൽ പോയിക്കോളാം. അത് കേട്ട് സങ്കടത്തോടെ ആഷിയെ ചേർത്ത് പിടിച്ച് ഉമ്മ പറഞ്ഞു, ഉമ്മച്ചി മോനിക്ക് അടുത്ത പെരുന്നാളിന് ഡ്രസ്സ് വാങ്ങിത്തരുന്നുണ്ട് കേട്ടോ, ഇപ്പം ഉമ്മച്ചിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടല്ലോ മോനെ എന്ന് പറഞ്ഞപ്പോൾ മോൻ കൈ നീട്ടി ആ പൈസ ഉമ്മാക്ക് കൊടുത്തു. ആര് തന്നതാ മോനെ ഇത്? പള്ളിയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഈ മൻസൂറിൻ്റെ മോനല്ലേ എന്ന് പറഞ്ഞ് ഒരാൾ കയ്യിൽ തന്നതാ, ഇതുകൊണ്ട് മോളൂസിന് ഉടുപ്പ് വാങ്ങിക്കൊടുത്തോളി. പിന്നെല്ലാം ഉമ്മച്ചിയെ, ഉപ്പച്ചി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെരുന്നാളിന് ബിരിയാണി വെക്കണ്ടല്ലേ. ഈ ചെറുപ്രായത്തിൽ മോൻ്റെ എല്ലാം മനസ്സിലാക്കിയുള്ള സംസാരം കേട്ടപ്പോൾ ഉമ്മാക്ക് സങ്കടം ഒതുക്കാനായില്ല. അങ്ങനെ പെരുന്നാളമ്പളി കണ്ടു. പള്ളിമിനാരങ്ങളിൽ നിന്ന് തെക്കുബീറുകൾ ധ്വനികൾ ഉയർന്നു. മോളൂസിനെയും കൊണ്ട് പെരുന്നാൾ സാധനം വാങ്ങി വരുന്ന അവരെ നോക്കിയിരിക്കുകയായിരുന്നു ആഷി. അങ്ങു ദൂരെ നിന്ന് തന്നെ തൻ്റെ അനുജത്തി ഉമ്മച്ചിൻ്റെയും കൈപിടിച്ച് തുള്ളിച്ചാടി ഷവ്വാൽ നിലാവിൽ അവൻ കണ്ടു. സന്തോഷത്തോടെ അവരുടത്തേക്ക് ഓടിച്ചെന്ന് അവരോടൊപ്പം വീട്ടിലെത്തി. പെരുന്നാളിൻ്റെ മൊഞ്ചും മണവും പരക്കുന്ന ആ കവറുകളെല്ലാം തുറന്ന് നോക്കുന്ന നിരണിൽ രണ്ടാളും ഉറക്കത്തിലേക്ക് മയങ്ങി. ആഷി, എണീക്ക്, എല്ലാവരും പള്ളിക്ക് പോകാൻ തുടങ്ങി. പെട്ടെന്ന് എണീറ്റ് കുളിയും കഴിഞ്ഞ് കോളർ കീറിയ ആ ഷർട്ടും ഇട്ട് പള്ളിയിൽ പോകാൻ ഒരുങ്ങുന്ന മോനോടായി ഉമ്മ പറഞ്ഞു, മോനെ എപ്പച്ചിൻ്റെ കബറങ്ങളിൽ പോയി വിശേഷങ്ങൾ പറയണം കേട്ടോ, എന്നിട്ട് ദുആ ചെയ്തിട്ടേ മടങ്ങി വരാവൂ, മറക്കല്ലേ മോനെ. ഇല്ലമ്മ, ഞാൻ മറക്കൂല. ആഷി, അതാ അജുവും നദിയും പോകുന്നു, അവരോടൊപ്പം പോയിക്കോ. വേണ്ട ഉമ്മച്ചിയെ, ഞാൻ അവരോടൊപ്പം പോണില്ല, ഈ ഡ്രസ്സ് ഇട്ട് അവരോടൊപ്പം പോയാൽ അവരെന്നെ കളിയാക്കിയാലോ അമ്മ, വേണ്ട ഉമ്മ, ഞാൻ ഒറ്റക്ക് പോയിക്കോളാം. എൻ്റെ റബ്ബേ, എൻ്റെ മോൻ്റെ ഒരു വിധി ഇതാണല്ലോ. എന്നാൽ എൻ്റെ മോൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കാം. എല്ലാം ഉള്ളിലൊതുക്കി പള്ളിയിലേക്ക് നടന്നു പോകുന്ന മോനെ നോക്കി ജനാലക്കമ്പിയിലൂടെ നോക്കി നിന്ന ഉമ്മച്ചിയുടെ ഹൃദയം പൊട്ടുന്നുണ്ടായിരുന്നു. നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. അവസാനമായി ഖബർസ്ഥാനിൻ്റെ അരികിലൂടെ പോകുന്ന ഉസ്താദ് ഒരു തേങ്ങൽ കേട്ടു. ഉസ്താദ് ചുറ്റും നോക്കി. അതെവിടുന്നാ? പള്ളിക്കാട്ടിൽ നിന്നാണല്ലോ. അപ്പോഴാണ് ഉസ്താദ് കാണുന്നത് പൂത്തു നിൽക്കുന്ന മൈലാഞ്ചി ചെടിയുടെ അടുത്ത് മീസാങ്കലിൻ്റെ അരികിൽ ചെറിയൊരു കുട്ടി തേങ്ങുന്നുണ്ടായിരുന്നു. ഉപ്പച്ചിയെ, ഉമ്മച്ചിൻ്റെ കൈക്ക് സുഖമില്ലാത്തതുകൊണ്ടിട്ട് അടിക്കാൻ കൊണ്ടുവരുന്ന ഡ്രസ്സുകളെല്ലാം തിരിച്ചയച്ചു. അപ്പോൾ നമുക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിത്തരാൻ ഉമ്മച്ചിൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാ മോന് ഉപ്പച്ചി കഴിഞ്ഞ വർഷം വാങ്ങിത്തന്ന ഈ ഡ്രസ്സ് ഇട്ടത്. അതാണെങ്കിൽ കോളറ കുറച്ച് കീറിയിട്ടുണ്ട് ഉപ്പ, എന്നാലും സാരില്ല, ഉമ്മച്ചിൻ്റെ ഇല്ലാത്തതുകൊണ്ടല്ലേ. മോളൂസിന് ഉടുപ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഉപ്പച്ചിയെ. ഈ ഡ്രസ്സ് ഇട്ട് ഞാൻ ഫ്രണ്ട്സുകളുടെ കൂടെ പോവില്ല ഉപ്പച്ചിയെ, പോയാൽ അവരെന്നെ കളിയാക്കിയാലോ, അപ്പോൾ എനിക്ക് സങ്കടാവൂല ഉപ്പച്ചിയെ. അടുത്ത പെരുന്നാൾക്ക് ഉമ്മച്ചി എടുത്തരുന്നാ പറഞ്ഞത്. പിന്നല്ല ഉപ്പച്ചിയെ, ഉപ്പച്ചി ഇല്ലാത്തതുകൊണ്ട് ഒന്നിനും ഒരു രസമില്ല, പെരുന്നാളൊന്നും ഒരു രസമില്ല, വീട് ഉറങ്ങിക്കിടക്കുന്ന ഉപ്പച്ചിയെ. അതുകൊണ്ട് ബിരിയാണി ഒന്നും ഉണ്ടാക്കിയില്ല. ഞാനാ പറഞ്ഞത് ഉമ്മച്ചിനോട് ബിരിയാണി ഒന്നും ഉണ്ടാക്കണ്ടാന്ന്. ഉപ്പച്ചിയെ, ഞാൻ പോവാട്ടോ. ഉമ്മച്ചിയും മോളൂസും ഞാൻ വരുന്നത് നോക്കി നിൽക്കുന്നുണ്ടാവും. സങ്കടത്തോടെ ഇതെല്ലാം കേട്ട് മാറി നിൽക്കുന്ന ഉസ്താദ് ഈ മോനെ സന്തോഷിപ്പിക്കണമെന്ന് മനസ്സിലുറപ്പിച്ചു. സലാം പറഞ്ഞ് മടങ്ങി വരുന്ന ആഷിമോനെ ഉസ്താദ് ചേർത്ത് പിടിച്ച് പറഞ്ഞു, മോൻ എൻ്റെ കൂടെ വാ, നമുക്ക് ബിരിയാണി കഴിച്ചു തരാം.
വേണ്ട ഉസ്താദേ, വേണ്ട. എൻ്റെ ഉമ്മച്ചിയും മോളൂസും നോക്കിയിരിപ്പുണ്ടാവും ഞാൻ വരുന്നോ കാത്ത്. ഞാൻ വരാൻ വൈകിയാൽ ഉമ്മച്ചിക്ക് ബേജാറാവും. എന്നാൽ ഒരു കവറിലാക്കി തരാം, മോൻ വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചോളും. കയ്യിൽ ഒരു പൊതിയുമായി നിസ്കാരം കഴിഞ്ഞു വരുന്ന മോനോട്, എന്താ മോനെ ഇത് കയ്യിൽ? അത് ബിരിയാണിയാണ് ഉമ്മ, പള്ളിയിലെ ഉസ്താദ് തന്നതാ. ഞാൻ വേണ്ടാന്ന് കുറേ പറഞ്ഞതാ. അജുവിൻ്റെ വീട്ടിൽ നിന്ന് ബിരിയാണിയുടെ മണം വരുമ്പോൾ അഥവാ മോളൂസ് എങ്ങാനും വേണമെന്ന് കരിഞ്ഞ് വാശി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയതാ. അല്ലാതെ എനിക്ക് ബിരിയാണി കഴിക്കണമെന്ന് കൊതിയുണ്ടായിട്ടൊന്നല്ല ഉമ്മച്ചിയെ. യാ അല്ലാ, എല്ലാം അറിഞ്ഞ് വാശി പിടിക്കാത്ത മക്കളെ എന്നെ ഏൽപ്പിച്ചിട്ടാണല്ലോ അല്ലാ എൻ്റെ പ്രിയതമൻ പോയത്. അൽഹംദുലില്ലാ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയത്. ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ.